In this lecture, we will discuss the problems on FAR filter design using Windows. Design a digital FAR low-pass filter using rectangular window, taking 9 samples and the cutoff frequency of 1.2 radian per second. So, design cheyanulladu FAR low-pass filter aanu. Low-pass filter inde appo desired frequency response appo namukku avare thannitille nammal adu edukkanam. Low-pass filter ayinde adinte desired frequency response nammal edukkanam. പിന്നെ റെക്ടാങ്കുലർ വിൻഡോ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ എന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 9 സാമ്പിൾസ്. കട്ട് ഓഫ് ഫ്രീക്വൻസി ഒമേഗ സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 1.2 റേഡിയൻ പെർ സെക്കൻഡ്. ലോ പാസ് ഫിൽറ്ററിന്റെ ഐഡിയൽ ഫ്രീക്വൻസി റെസ്പോൺസ് എടുക്കുക, അല്ലെ ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് എടുക്കുക. എച്ച് ഡി ഓഫ് ഒമേഗ അല്ലെങ്കിൽ എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ, രണ്ട് രീതിയിൽ നൊട്ടേഷൻ കാണാം. എച്ച് ഡി ഓഫ് ഒമേഗ എന്നും കാണാം, എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്നും കാണാം. So hd of omega is equal to എങ്ങനെ എഴുതാം? മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു, ഇവിടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഇ റേസ് ടു ജെ തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ഏതാണ്? ഫേസ്. ഇവിടെ ഫേസ് ഇ റേസ് ടു ജെ തീറ്റ. തീറ്റയ്ക്ക് പകരം എന്താ ഉള്ളത്? മൈനസ് ആൽഫ ഒമേഗ. So low pass filter ആകുമ്പോഴത്തേക്ക് കട്ട് ഓഫ് ഫ്രീക്വൻസി ഒമേഗ സി. സോ മൈനസ് ഒമേഗ സി ടു പ്ലസ് ഒമേഗ സി വരെയുള്ള ഫ്രീക്വൻസീസിനെ പാസ് ചെയ്യും. മാഗ്നിറ്റ്യൂഡ് 1. സോ മാഗ്നിറ്റ്യൂഡ് 1 മൈനസ് ഒമേഗ സി ടു പ്ലസ് ഒമേഗ സി വരെ ഫ്രീക്വൻസീസിനെ പാസ് ചെയ്യുന്നു. ബാക്കി ഫ്രീക്വൻസീസിനെ എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 2π റേഞ്ച് ആണ്. മൈനസ് പൈ ടു പ്ലസ് പൈ 2π റേഞ്ചിലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? പാസ് ചെയ്യുന്ന റീജിയൻ മൈനസ് ഒമേഗ സി ടു പ്ലസ് ഒമേഗ സി. സോ മൈനസ് ഒമേഗ സി ടു പ്ലസ് ഒമേഗ സി, എച്ച് ഡി ഓഫ് ഒമേഗ എന്താണ്? ഇ റേസ് ടു മൈനസ് ജെ ആൽഫ ഒമേഗ. മൈനസ് പൈ ടു മൈനസ് ഒമേഗ സിയും ഒമേഗ സി ടു പൈയും ഫ്രീക്വൻസി എച്ച് ഡി ഓഫ് ഒമേഗയുടെ വാല്യൂ എന്താണ്? 0. അപ്പൊ ആദ്യം അവർ ലോ പാസ് ഫിൽറ്റർ ചിലപ്പോ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് തരാം. ഇനി തന്നില്ല, വെറുതെ ലോ പാസ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യാനാണെന്ന് പറയുകയാണെങ്കിൽ നമ്മളായിട്ട് എന്ത് എഴുതണം? എച്ച് ഡി ഓഫ് ഒമേഗ എഴുതണം. സോ പാസ് ചെയ്യുന്ന മൈനസ് ഒമേഗ സി ടു പ്ലസ് ഒമേഗ സി വരെ എന്താണ് വാല്യൂ? ഇ റേസ് ടു മൈനസ് ജെ ആൽഫ ഒമേഗയും ബാക്കി മൈനസ് പൈ ടു മൈനസ് ഒമേഗ സിയും ഒമേഗ സി ടു പൈയും എന്താണ് വാല്യൂ? 0. സോ എന്ത് കിട്ടി നമുക്ക്? ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് എഴുതി. നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള ലോ പാസ് ഫിൽറ്ററിന്റെ ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് എഴുതി. ഒമേഗ സിയുടെ വാല്യൂ അവർ തന്നിട്ടുണ്ട്, എന്താണ്? 1.2 റേഡിയൻ പെർ സെക്കൻഡ്. സോ ഒമേഗ സി 1.2 റേഡിയൻ പെർ സെക്കൻഡ്. എന്നിന്റെ വാല്യൂ 9. സോ എന്നിന്റെ വാല്യൂ 9 ആകുമ്പോൾ ആൽഫ, സെന്റർ ഓഫ് സിമെട്രി, ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും? n മൈനസ് 1/2. 9 മൈനസ് 1/2 8/2 4 ആയിരിക്കും ആൽഫയുടെ വാല്യൂ. ആൽഫ എന്ന് പറയുന്നത് n മൈനസ് 1/2. സോ ആൽഫ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ആയിരിക്കും, സെന്റർ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. അപ്പം ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസിൽ നിന്ന് എന്തെടുക്കണം? ഡിസൈഡ് ഇമ്പൾസ് റെസ്പോൺസ് എടുക്കണം. എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ തന്നിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഡിസൈഡ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കണം? എച്ച് ഡി ഓഫ് എൻ കണ്ടുപിടിക്കണം. എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗയിൽ നിന്ന് എച്ച് ഡി ഓഫ് എൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻവേഴ്സ് ഫ്യൂറിയർ ട്രാൻസ്ഫോം ചെയ്താൽ മതി. So expression എഴുതാം. hd of n is equal to 1/2π integral minus pi to pi hd of e raised to j omega, e raised to j omega and d omega. ഇവിടെ hd of e raised to j omega നിന്ന് എന്ത് കണ്ടുപിടിക്കാണ്? hd of n കണ്ടുപിടിക്കാണ്. hd of e raised to j omega യുടെ വാല്യൂ പക്ഷേ എവിടെ തൊട്ട് എവിടം വരെ ഉള്ളൂ? ലോ പാസ് ഫിൽറ്റർ ആയതുകൊണ്ട് എവിടം തൊട്ട് എവിടം വരെ ഉള്ളൂ? മൈനസ് പൈ ടു പൈ കംപ്ലീറ്റ് എടുക്കണ്ട, എവിടം തൊട്ട് എവിടം വരെ ഉള്ളൂ? ബാക്കി എല്ലായിടവും 0 ആണ്. മൈനസ് ഒമേഗ സി ടു പ്ലസ് ഒമേഗ സി വരെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ 1/2π ഇന്റഗ്രൽ മൈനസ് ഒമേഗ സി ടു പ്ലസ് ഒമേഗ സി. അപ്പൊ ആ റേഞ്ചിൽ എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗയുടെ വാല്യൂ എന്താണ്? ഇ റേസ് ടു മൈനസ് ജെ ആൽഫ ഒമേഗ. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇ റേസ് ടു ജെ ഒമേഗ ആൻഡ് ഡി ഒമേഗ. ബാക്കി എല്ലായിടത്തും വാല്യൂ എന്താണ്? 0 ആണ്. സോ ഇതിനെ കമ്പൈൻ ചെയ്ത് എഴുതി. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? ഇ റേസ് ടു ജെ ഒമേഗ പുറത്തെടുത്തു, ബാലൻസ് ഉള്ളത് n മൈനസ് ആൽഫ. സോ ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു n മൈനസ് ആൽഫ ഡി ഒമേഗ. സോ ഇതിന്റെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇ റേസ് ടു ജെ ഒമേഗ n മൈനസ് ആൽഫ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ e raised to j omega n minus alpha divided by omega കഴിഞ്ഞിട്ടുള്ള ടേം ഏതൊക്കെയാണ്? j into n minus alpha. ഇനി ഒമേഗയ്ക്ക് പകരം എന്ത് റേഞ്ച് കൊടുക്കണം? മൈനസ് ഒമേഗ സി ടു പ്ലസ് ഒമേഗ സി റേഞ്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 1/2π ഇതുപോലെ, j into n minus alpha അതുപോലെ,
ഒമേഗ ഉള്ളിടത്ത് ഈ റേഞ്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം അപ്പർ ലിമിറ്റ് ഒമേഗ സി കൊടുക്കുന്നു, e raised to j ഒമേഗ സി into n minus alpha മൈനസ് e raised to അടുത്ത ലിമിറ്റ് മൈനസ് ഒമേഗ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? e raised to മൈനസ് j ഒമേഗ സി into n minus alpha. ഇതില് 2 ഭാഗത്തോട്ട് കൊണ്ടുവന്നു, n മൈനസ് ആൽഫ പുറത്തോട്ട് വരുമ്പോൾ 1/pi into n മൈനസ് ആൽഫ 2j അകത്ത് ഈ രീതിയിൽ നമുക്ക് കിട്ടും. സോ ഇത് നമുക്ക് നോക്കി എന്തറിയാം? e raised to j theta മൈനസ് e raised to മൈനസ് j theta by 2j ഫോം. അതെന്താണ്? സൈൻ തീറ്റ. അപ്പൊ ഇവിടെ e raised to j theta, തീറ്റയ്ക്ക് പകരം എന്താ ഉള്ളത്? ഒമേഗ സി ഇൻറ്റു n മൈനസ് ആൽഫ. അപ്പൊ ഇവിടെ ഇതിന് പകരം നമുക്ക് എന്തിനു എഴുതാൻ പറ്റും? സൈൻ ഒമേഗ സി ഇൻറ്റു n മൈനസ് ആൽഫ എന്ന് എഴുതാൻ പറ്റും. e raised to j theta മൈനസ് e raised to മൈനസ് j theta by 2j എന്താണ്? സൈൻ തീറ്റ. ഇവിടെ തീറ്റയ്ക്ക് പകരം ഒമേഗ സി ഇൻറ്റു n മൈനസ് ആൽഫ. അപ്പൊ എന്തെഴുതാം? സൈൻ ഒമേഗ സി ഇൻറ്റു n മൈനസ് ആൽഫ. So ht of n നമുക്ക് കിട്ടി 1/pi into n minus alpha sin omega c into n minus alpha. അപ്പൊ ഇതാണ് നമ്മളുടെ ht of n എന്ന് പറയുന്നത്. അപ്പോൾ ht of e raised to j omega'യുടെ ഇൻവേഴ്സ് ഫ്യൂറിയർ ട്രാൻസ്ഫോം എടുത്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് ht of n. സോ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോ പാസ് ഫിൽറ്റർ ഏത് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാലും ht of n ന്റെ എക്സ്പ്രഷൻ ഇതായിരിക്കും. എന്തായിരിക്കും മാറാൻ പോകുന്നത്? ഇതിനകത്ത് ഒമേഗ സിയുടെ വാല്യൂ മാറും, ആൽഫയുടെ വാല്യൂ മാറും. ആൽഫയുടെ വാല്യൂ സെൻട്രോസിമെട്രി, ആൽഫയുടെ വാല്യൂ മാറും, പിന്നെ എന്തിന്റെ വാല്യൂ മാറും? ഒമേഗ സിയുടെ വാല്യൂ മാറും. അല്ലാതെ ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസി ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഏതായിരിക്കും? ഇത് തന്നെ ആയിരിക്കും എപ്പോഴും. ഇനി അടുത്ത് ഇത് n is equal to ആൽഫയിൽ മാത്രം ഈ എക്സ്പ്രഷൻ വാലിഡ് അല്ല. നോക്കി അറിയാൻ പറ്റും. n is equal to ആൽഫ ആകുമ്പോൾ ആൽഫ മൈനസ് ആൽഫ സൈൻ 0, സൈൻ 0 0, താഴെയും n മൈനസ് ആൽഫ 0. അപ്പൊ 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോമിലോട്ട് മാറും. സോ n is equal to ആൽഫയ്ക്ക് ഈ എക്സ്പ്രഷൻ എന്തല്ല? പോസിബിൾ അല്ല. സോ ഫോർ n is equal to ആൽഫ നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ യൂസ് ചെയ്യും. ht of n is equal to എന്തെഴുതാം? ലിമിറ്റ് n tends to ആൽഫ sin omega c into n minus alpha by pi into n minus alpha. ഇനി നമുക്കറിയാം ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ടെൻസ് ടു 0 സൈൻ a theta by theta. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ a theta by theta. വാല്യൂ എന്താണ്? a ആണ് വാല്യൂ. അപ്പൊ ഇവിടെയും ലിമിറ്റ് n ടെൻസ് ടു ആൽഫ, അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? ആൽഫ ഇപ്പുറത്തെ സൈഡിൽ പോവാണെങ്കിൽ എന്ത് പറയാം? n മൈനസ് ആൽഫ ടെൻസ് ടു 0, n മൈനസ് ആൽഫ ടെൻസ് ടു 0. n മൈനസ് ആൽഫ ഇവിടെ എന്തായിട്ട് വരും? തീറ്റ ആയിട്ട് വരും. അപ്പൊ നോക്കിയാൽ സൈൻ a theta by theta ഫോമിലാണ്. ഇവിടെ തീറ്റയ്ക്ക് പകരം എന്താ കിടക്കുന്നത്? n മൈനസ് ആൽഫയാണ് കിടക്കുന്നത്. അപ്പൊ തീറ്റ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള a എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഏതാണ്? ഒമേഗ സി ബൈ പൈ. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? ഒമേഗ സി ബൈ പൈ. So limit theta tends to 0 sin a theta by theta എന്താണ്? a ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0ക്ക് പകരം ഇവിടെ എന്ത് വരും? ആൽഫ ഇപ്പുറത്തോട്ട് വന്നാൽ n മൈനസ് ആൽഫ ടെൻസ് ടു 0. അപ്പൊ തീറ്റയ്ക്ക് പകരം n മൈനസ് ആൽഫ സൈൻ a തീറ്റ ബൈ തീറ്റ, തീറ്റ n മൈനസ് ആൽഫ. എയുടെ വാല്യൂ ഇപ്പൊ ഇവിടെ എന്താ ഉള്ളത്? ഒമേഗ സി ബൈ പൈ. സോ എന്ത് കിട്ടി നമുക്ക്? ഒമേഗ സി ബൈ പൈ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം n is equal to ആൽഫയിൽ മാത്രം ht of n ന്റെ വാല്യൂ എന്താണ്? ഒമേഗ സി ബൈ പൈ ആണ്. ബാക്കി എല്ലായിടവും ht of n ന്റെ വാല്യൂ എന്താണ്? 1/pi into n minus alpha sin omega c into n minus alpha. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ht of n വരെ നമുക്ക് കിട്ടി. പക്ഷെ ht of n എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. അതിനെ നമുക്ക് എന്താക്കി മാറ്റണം? FAR ആയതുകൊണ്ട് ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ആക്കി മാറ്റണം. അതുകൊണ്ട് ht of n നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? വിൻഡോ സീക്വൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വിൻഡോ സീക്വൻസ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് സീക്വൻസ് ആണ്, ht of n ഇൻഫൈനൈറ്റ് സീക്വൻസ് ആണ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന h of n എന്ന് പറയുന്നത് അപ്പൊ എന്തായിട്ട് മാറും? ഫൈനൈറ്റ് ആയിട്ട് മാറും. So impulse response h of n is equal to ht of n into ഇവിടെ ഏത് വിൻഡോ ആണ് പറഞ്ഞിരിക്കുന്നത്? റെക്ടാംഗുലർ വിൻഡോ ആണ്. സോ WR of n. സോ ht of n ഉം റെക്ടാംഗുലർ വിൻഡോ സീക്വൻസ് WR of n ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? h of n കിട്ടും. സോ ഇനി എന്ത് എഴുതണം? റെക്ടാംഗുലർ വിൻഡോ സീക്വൻസ് എഴുതണം. ഇവിടെ റെക്ടാംഗുലർ വിൻഡോ സീക്വൻസ് എങ്ങനെ എഴുതിയിരിക്കുന്നത്? 0 to n minus 1 വരെ റെക്ടാംഗുലർ വിൻഡോ സീക്വൻസ് 1, ബാക്കി പോയിന്റ്സിലെല്ലാം 0. 0 to n minus 1. അപ്പൊ റെക്ടാംഗുലർ വിൻഡോയുടെ കോസൽ സീക്വൻസ് ആണ് എടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ നമ്മളുടെ ആൽഫയുടെ വാല്യൂ എന്തായിരുന്നു? ആൽഫയുടെ വാല്യൂ n മൈനസ് 1/2, അതായത് 9 മൈനസ് 1/2 8/2 4 ആയിരുന്നു. 4 ആയിരുന്നു ആൽഫയുടെ വാല്യൂ. സെൻട്രോ സിമ്മട്രി എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 4ന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള പോയിന്റ്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതായത് മൊത്തം 9 സാമ്പിൾസ് ആണ്. 9 സാമ്പിൾസ് ആകുമ്പോഴത്തേക്ക് h of 0 to എവിടെ വരെ വരിക? h of 8 വരെ വരും. 9 സാമ്പിൾസ് ആയതുകൊണ്ട് h of 0 to h of 8 വരെ വരും.
സെൻട്രോസിമെട്രി ഏതാണ്? 4 ആണ്. അപ്പൊ h of 0യും h of 8ന്റെ വാല്യൂ സെയിം ആയിരിക്കും. h of 1ഉം h of 7ന്റെ വാല്യൂ സെയിം ആയിരിക്കും. h of 2ഉം h of 6ന്റെ വാല്യൂ സെയിം ആയിരിക്കും. h of 3യും h of 5ന്റെ വാല്യൂ സെയിം ആയിരിക്കും. നടുക്കാറുണ്ട് h of 4 ഉണ്ട്. So 4 സെൻട്രോസിമെട്രി, അതിന്റെ രണ്ട് സൈഡിലുള്ള വാല്യൂസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ആ പകുതി വാല്യൂസ് h of 4 വരെയുള്ള വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതിയാവും. ബാക്കി വാല്യൂസ് സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഇക്വേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ ഇപ്പൊ ഇവിടെ എടുത്തിരിക്കുന്ന എല്ലാം 0 to എവിടെ വരെയുള്ള പോയിന്റ്സ് ആണ്? മൊത്തം 9 സാമ്പിൾ 0 to 8 വരെയുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ കോസൽ സീക്വൻസ് ആണ്. അപ്പൊ വിൻഡോ സീക്വൻസ് എടുക്കുന്നത് ഏതാണ്? കോസൽ സീക്വൻസ് ആണ് എടുക്കുക, 0 to n-1 വരെ. അപ്പൊ h of n is equal to എന്ത് എഴുതുന്നു? ht of n, കാര്യം w of r of n ന്റെ വാല്യൂ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? h of n is equal to ht of n എന്ന് എഴുതാം. അത് ഏത് റേഞ്ചിൽ മാത്രമാണ്? 0 to n-1 വരെയുള്ള റേഞ്ചിൽ. ബാക്കി എല്ലായിടത്തും എന്തായി പോവും? 0 ആയി പോവും. Then find alpha. ആൽഫയുടെ വാല്യൂ എന്താണ്? n-1/2. 9-1/2 is equal to എന്താണ്? 4. So ഇനി നമ്മൾ h of n ന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. n ന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് h of n ന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. സൈൻ നമ്മളുടെ കോമൺ എക്സ്പ്രഷനിൽ ഒമേഗ സിയുടെയും ആൽഫയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കോമൺ എക്സ്പ്രഷൻ എന്തായിരുന്നു? സൈൻ ഒമേഗ സിയുടെ വാല്യൂ 1.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. n മൈനസ് ആൽഫയുടെ വാല്യൂ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു n മൈനസ് ആൽഫയുടെ വാല്യൂ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് n നോട്ട് ഈക്വൽ ടു ആൽഫയിൽ മാത്രമുള്ള കണ്ടീഷൻ ആണ്. n is equal to ആൽഫയിൽ ഈ കണ്ടീഷൻ പോസിബിൾ അല്ല. അപ്പൊ ആദ്യം എന്ത് കൊടുക്കുകയാണ്? h of 0 കണ്ടുപിടിക്കുകയാണ്. h of 0 കണ്ടുപിടിക്കാൻ n ന് 0 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്തിട്ട്? സൈൻ 0 മൈനസ് 4 ഇൻറ്റു 1.2 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 0 മൈനസ് 4 is equal to ആൻസർ നമുക്ക് എന്ത് കിട്ടും? കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് -0.0793 എന്ന് പറഞ്ഞു കിട്ടും. ഇനി അതുപോലെ തന്നെ n is equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്ത് കിട്ടും? h of 1 കിട്ടും. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ h of 2 കിട്ടി. 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ h of 3 കിട്ടി. 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് n is equal to 4. അതായത് ആൽഫയുടെ വാല്യൂ ഇവിടെ എന്തായിരുന്നു? 4 ആയിരുന്നു. അതായത് n is equal to ആൽഫ. n is equal to ആൽഫയിൽ ഇത് എന്താവില്ല? പോസിബിൾ ആവില്ല. n is equal to ആൽഫയിൽ നമ്മൾ എന്താ വാല്യൂ നേരത്തെ കണ്ടുപിടിച്ചത്? ഒമേഗ സി ബൈ പൈ ആണ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ ഒമേഗ സിയുടെ വാല്യൂ 1.2 ഡിവൈഡഡ് ബൈ പൈ എന്ത് കിട്ടും? ആൻസർ 0.382. അപ്പൊ n is equal to ആൽഫയിൽ എന്ത് ചെയ്യണം? ഒമേഗ സി ബൈ പൈ എക്സ്പ്രഷൻ. ബാക്കി എല്ലായിടവും എക്സ്പ്രഷൻ എന്തായിരുന്നു? സൈൻ n മൈനസ് ആൽഫ ഇൻറ്റു 1.2 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു n-4. ഈ എക്സ്പ്രഷൻ വാലിഡ് ആണ് ബാക്കി എല്ലാ പോയിന്റ്സിലും. ഇനി നമ്മളിവിടെ നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട്. h of 5, h of 6, h of 7, h of 8 ചെയ്തിട്ടുണ്ട്. കാര്യം മൊത്തം നമുക്ക് 9 സാമ്പിൾസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. 0 to 8 വരെ, h of 0 തൊട്ട് h of 8 വരെ മൊത്തം 9 സാമ്പിൾസ് കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും h of 0യും അതുപോലെ തന്നെ h of 8ഉം എന്താണ്? സെയിം ആണ്. h of 0യുടെയും h of 8ന്റെയും വാല്യൂ എന്താണ്? സെയിം ആണ്. h of 1ഉം h of 7ന്റെയും വാല്യൂ സെയിം ആണ്. h of 2ഉം h of 6ന്റെയും വാല്യൂ സെയിം ആണ്. h of 3യും h of 5ന്റെ വാല്യൂയും സെയിം ആണ്. അപ്പൊ നിങ്ങൾ ഇത് ഇത്രയും ചെയ്ത് ഇങ്ങനെ ചെയ്തെടുക്കണം എന്നില്ല. എന്ത് എഴുതിയാൽ മതി? h of 0 is equal to h of 8 is equal to എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ മതി. അപ്പൊ എന്നിട്ട് 0 ഏതെങ്കിലും ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ h of 1 is equal to h of 7 എന്ന് എഴുതാം. h of 2 is equal to h of 6 എന്ന് എഴുതാം. h of 3 is equal to h of 5 എന്ന് എഴുതാം. സെന്റർ വാല്യൂ ഏതാണ്? h of 4 അതുപോലെ എഴുതാം. അപ്പം ചുരുക്കം പറഞ്ഞാൽ മൊത്തം നമുക്ക് 5 വാല്യൂസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ള വാല്യൂസ് കണ്ടുപിടിക്കേണ്ട. സോ h of n എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? z ട്രാൻസ്ഫോം എടുത്ത് h of z കണ്ടുപിടിക്കുക. So h of n കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ ഫിൽട്ടർ is given by h of z is equal to sigma n is equal to 0 to n-1 h of n z raised to -n. n ന്റെ വാല്യൂ 9. സോ എന്ത് കിട്ടും? n is equal to 0 to 8 h of n z raised to -n. എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ 0 കൊടുക്കുമ്പോൾ h of 0 z raised to 0 1 പ്ലസ് 1 കൊടുക്കുമ്പോൾ h of 1 z raised to -1 h of 2 z raised to -2 h of 3 z raised to -3 etc. up to എവിടെ വരെ വരും? 8 വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? h of 8 z raised to -8. ബൈ സിമെട്രി കണ്ടീഷൻ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം h of 0യും h of 8ന്റെയും വാല്യൂ എന്താണ്? സെയിം ആണ്. അപ്പൊ അത് കോമൺ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? h of 0 into എന്ത് എഴുതാം? z raised to 0 plus z raised to -8 plus h of 1ഉം h of 7 സെയിം ആണ്. സോ h of 1 into z raised to -1 plus z raised to -7 plus h of 2ഉം പിന്നെ ആരുമാണ് സെയിം? h of 6 സെയിം. അപ്പൊ h of 2 into z raised to -2 plus z raised to -6
h of 4 h of പിന്നെ സെയിം ആയിട്ട് വരുന്നത് ആരാണ് h of 3യും h of 5ഉം ആണ്. അപ്പൊ എന്ത് എഴുതാം h of 3 into z raised to minus 3 plus z raised to minus 5 plus എന്താ ഉള്ളത് h of 4 z raised to minus 4. ഇവിടെ 4 ആണ് എന്ത് സെന്റർ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. 4 എന്താണ് സെന്റർ ഓഫ് സിമെട്രി ആണ്. 4 സെന്റർ ഓഫ് സിമെട്രി. പിന്നെ ആരൊക്കെയാണ് സെയിം 3യും 5ഉം സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ആരായിരിക്കും 2ഉം 6ഉം സെയിം ആയിരിക്കും. പിന്നെ അതുപോലെ 1ഉം 7ഉം സെയിം ആയിരിക്കും. അതുപോലെ 0യും 8ഉം സെയിം ആയിരിക്കും. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. h of 0, h of 1, h of 2, h of 3, h of 4 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. So next problem, design a filter with h of e raised to j omega is equal to e raised to minus 3 j omega for minus pi by 4 less than or equal to omega less than or equal to pi by 4. 0 for pi by 4 less than or equal to mod omega less than or equal to pi using Hamming window with n is equal to 7. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് തന്നിരിക്കുന്നത്. ഏത് ടൈപ്പ് ഓഫ് ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ടില്ല. ലോ പാസ് ആണോ ഹൈ പാസ് ആണോ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് തന്നിട്ടുണ്ട്. സോ ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കിയാൽ നമുക്ക് ഏത് ഫിൽട്ടർ ആണെന്ന് അറിയാൻ പറ്റും. ഇവിടെ നോക്കിയാൽ മൈനസ് പൈ ബൈ 4 തൊട്ട് പ്ലസ് പൈ ബൈ 4 വരെ പാസ് ചെയ്യുന്നു e raised to minus 3 j omega. പക്ഷേ മോഡ് ഒമേഗയാണ് ഇവിടെ. മോഡ് ഒമേഗ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? പൈ ബൈ 4 ടു പൈ വരെ 0. അതുപോലെ തന്നെ മൈനസ് മോഡ് ഒമേഗയുണ്ട് മൈനസ് പൈ ബൈ 4 തൊട്ട് മൈനസ് പൈ വരെയും എന്തായിരിക്കും 0 ആയിരിക്കും. സോ ഇത് എന്ത് ഫിൽട്ടർ ആണ്? ലോ പാസ് ഫിൽട്ടർ ആണ്. കട്ട് ഓഫ് ഫ്രീക്വൻസി ഇവിടെ എത്രയാണ്? ഒമേഗ സി കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? പൈ ബൈ 4 ആണ്. കട്ട് ഓഫ് ലോ പാസ് ഫിൽറ്ററിന്റെ എങ്ങനെയാണ്? ലോ പാസ് ഫിൽറ്ററിന്റെ ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്താണ്? h d of e raised to j omega is equal to e raised to minus j alpha omega for minus omega c less than or equal to omega less than or equal to omega c. മൈനസ് ഒമേഗ സി തൊട്ട് പ്ലസ് ഒമേഗ സി വരെ എന്ത് ചെയ്യും? പാസ് ചെയ്യും. ബാക്കി എല്ലായിടും എന്താണ്? 0 ആണ്. സോ അത് എന്ത് ടൈപ്പ് ഓഫ് ഫിൽട്ടർ ആണ് തന്നിരിക്കുന്നത്? ലോ പാസ് ഫിൽട്ടർ ആണ് തന്നിരിക്കുന്നത്. സോ അവർ തന്നെ ക്വസ്റ്റ്യനിൽ ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് തന്നിട്ടുണ്ട്. ഇനി ആൽഫയുടെ വാല്യൂ എന്താണ്? മൈനസ് 3 j ഒമേഗ. ഇവിടെ മൈനസ് j ആൽഫ ഒമേഗ. സോ ആൽഫയുടെ വാല്യൂ 3. n is equal to എന്താണ്? 7. ഒമേഗ സി കട്ട് ഓഫ് ഫ്രീക്വൻസി എത്രയാണ്? പൈ ബൈ 4. സോ ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിസൈഡ് ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കുക. അപ്പൊ നേരത്തെ സ്റ്റെപ്പിലെ കണക്ക് തന്നെ h d of e raised to j omega ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? h d of n കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് ഫ്യൂറിയർ ട്രാൻസ്ഫോം വെച്ചിട്ട് h d of n കണ്ടുപിടിക്കണം. സോ ലോ പാസ് ഫിൽട്ടർ ആണ്. അപ്പൊ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ സ്റ്റെപ്സ് നോക്കി ചെയ്താൽ മതി. ഇൻവേഴ്സ് ഫ്യൂറിയർ ട്രാൻസ്ഫോം എടുത്ത് ചെയ്യാം. അപ്പൊ നമുക്ക് ലോ പാസ് ഫിൽറ്ററിന്റെ h d of n എന്ത് കിട്ടും? സൈൻ ഒമേഗ സി ഇൻറ്റു n മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു n മൈനസ് ആൽഫ എന്ന് പറഞ്ഞ് കിട്ടും. ഫോർ n നോട്ട് ഈക്വൽ ടു ആൽഫ. n ഈക്വൽ ടു ആൽഫയിൽ എന്താണ് വാല്യൂ? ഒമേഗ സി ബൈ പൈ ആണ്. ലോ പാസ് ഫിൽറ്റർ ആകുമ്പോൾ സെയിം എക്സ്പ്രഷൻ തന്നെ കിട്ടും ഡിസൈഡ് ഇമ്പൾസ് റെസ്പോൺസിന്. ഇനി h d of n ഇതിനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആൽഫയുടെ വാല്യൂ എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? 3 ആണ്. ഒമേഗ സിയുടെ വാല്യൂ ഇവിടെ എന്തായിരുന്നു? പൈ ബൈ 4 ആയിരുന്നു. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സൈൻ പൈ ബൈ 4 n മൈനസ് ആൽഫയുടെ വാല്യൂ 3 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു n മൈനസ് ആൽഫ പൈ ഇൻറ്റു n മൈനസ് 3. ഇത് ഏത് പോയിന്റിലാണ്? n നോട്ട് ഈക്വൽ ടു ആൽഫ, അതായത് n നോട്ട് ഈക്വൽ ടു 3ക്ക്. n ഈക്വൽ ടു ആൽഫ അല്ലെങ്കിൽ n ഈക്വൽ ടു ആൽഫ മീൻസ് n ഈക്വൽ ടു 3ക്ക് വാല്യൂ എന്താണ്? ഒമേഗ സി ബൈ പൈ. ഒമേഗ സിയുടെ വാല്യൂ ഇവിടെ എന്താണ്? പൈ ബൈ 4 ആണ് ഇവിടെ ഒമേഗ സിയുടെ വാല്യൂ. സോ പൈ ബൈ 4 ബൈ പൈ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 ബൈ 4 is equal to 0.25 എന്ന് പറഞ്ഞ് കിട്ടും. സോ ഇവിടെ ആൽഫയുടെ വാല്യൂ എന്താണ്? ആൽഫയുടെ വാല്യൂ 3 ആണ്. ആൽഫയുടെ വാല്യൂ 3 ആണ്. സോ സെന്റർ ഓഫ് സിമെട്രി 3 ആണ്. അപ്പൊ ഏതൊക്കെ വാല്യൂസ് ആയിരിക്കും ഇവിടെ സെയിം ആയിട്ട് വരിക? ആൽഫയുടെ വാല്യൂ 3. ഇതാണ് സെന്റർ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. ആൽഫയുടെ വാല്യൂ 3 ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ആരൊക്കെ സെയിം ആയിരിക്കും? 2ഉം 4ഉം സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ആരൊക്കെ? 1ഉം 5ഉം സെയിം ആയിരിക്കും. 0യും 6ഉം സെയിം ആയിരിക്കും. സെയിം വാല്യൂസ് ആയിരിക്കും. സെന്റർ ഓഫ് സിമെട്രി ആൽഫ is equal to നമുക്ക് 3 കിട്ടി. മൊത്തം എത്ര വാല്യൂസ് ആണ്? 7 വാല്യൂസ് ഉണ്ട്. ഇപ്പൊ 3ക്ക് മുമ്പുള്ള വാല്യൂസും അത് കഴിഞ്ഞിട്ടുള്ള വാല്യൂസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. h of 0യും h of 6 സെയിം, h of 1ഉം h of 5ഉം സെയിം, h of 2ഉം h of 4ഉം സെയിം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എത്ര വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി? ഈ 0 to 3 വരെയുള്ള ഇത്രയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. h d of 0 കണ്ടുപിടിക്കുക. നേരത്തെ ഉള്ള എക്സ്പ്രഷനിൽ എന്ത് കൊടുക്കുക? n-ന് പകരം 0 ഇട്ട് കൊടുക്കുക. n-ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഈ വാല്യൂ നമുക്ക് കിട്ടും. അടുത്തത് നെക്സ്റ്റ് h d of 1 കണ്ടുപിടിക്കുക. h d of 1 കണ്ടുപിടിക്കുമ്പോൾ നേരത്തെ എക്സ്പ്രഷൻ n is equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
n is equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n is equal to 3ക്ക് ഏത് മാത്രമേ പറ്റുള്ളൂ, ആദ്യത്തെ എക്സ്പ്രഷൻ പറ്റില്ല. എന്താണ് വരുന്നത്, ഒമേഗ സി ബൈ പൈ ആണ് n is equal to 3ക്ക്. കാര്യം ആൽഫയുടെ വാല്യൂ n is equal to ആൽഫ, അല്ലെങ്കിൽ ഇവിടെ ആൽഫയുടെ വാല്യൂ 3. n is equal to 3ക്ക് ഒമേഗ സി ബൈ പൈ ആണ്. അത് നമുക്ക് എന്താ കിട്ടിയത്, 1/4.25. ബാക്കിയുള്ള വാല്യൂസ് കണ്ടുപിടിക്കേണ്ട, എന്ത് എഴുതിയാൽ മതി, HDF0 is equal to HDF6 എന്ന് എഴുതിയാൽ മതി, HDF1 is equal to HDF5 എന്ന് എഴുതിയാൽ മതി, HDF2 is equal to എന്താണ്, HDF4 എന്ന് എഴുതിയാൽ മതി. മൊത്തം 7 സാമ്പിൾസ് കണ്ടുപിടിക്കണം. HDF0 തൊട്ട് HDF6 വരെയുള്ള വാല്യൂസ് കണ്ടുപിടിക്കണം. പക്ഷെ ഇത്രയും വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് ബാക്കിയെല്ലാം എന്ത് ചെയ്താൽ മതി, ഇക്വേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ബാക്കി വാല്യൂസ് എല്ലാം എന്താണ്, സെയിം ആണ്. അപ്പൊ HDF കിട്ടി. അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, വിൻഡോ സീക്വൻസ് കണ്ടുപിടിക്കുക. സോ ഹാമിംഗ് വിൻഡോ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഹാമിംഗ് വിൻഡോ സീക്വൻസിന്റെ എക്സ്പ്രഷൻ എഴുതാം. ഇവിടെ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ 0.54 മൈനസ് 0.46 ആണ്. അതായത് കോസലിന്റെ എക്സ്പ്രഷൻ ആണ് എഴുതിയിരിക്കുന്നത്. എന്നിന്റെ വാല്യൂ 0 to n-1 ആണ് എടുത്തിരിക്കുന്നത്. കാര്യം നമ്മൾക്ക് തന്നിരിക്കുന്നതും എന്താണ്, n is equal to മൊത്തം 7 സാമ്പിൾസ്, 0 to 6 വരെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സെൻട്രോ സിമെട്രി 3യും അങ്ങനെ 0 to 6 വരെയാണ് കണ്ടുപിടിക്കുന്നത്. അതും കോസൽ ആണ്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന വിൻഡോ സീക്വൻസും എന്തായിരിക്കണം, കോസൽ ആയിരിക്കണം. അതും 0 to 6. അപ്പൊ ഇതും എന്തെടുക്കണം, 0 to 6 വരുന്നത്. അപ്പൊ 0 to n-1ന്റെ എക്സ്പ്രഷൻ, കോസലിന്റെ എക്സ്പ്രഷൻ എന്താണ്, 0.54 മൈനസ് 0.46 ആണ്. നോൺ കോസൽ ആകുമ്പോഴാണ് എക്സ്പ്രഷൻ എന്ത് വരുന്നത്, 0.54 പ്ലസ് 0.46 വരുന്നത്. ഇത് കോസൽ ആയതുകൊണ്ട് എന്താണ്, 0.54 മൈനസ് 0.46. അപ്പൊ ഇതിലും എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ക്യാപിറ്റൽ എന്നിന്റെ സ്മോൾ എന്നിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിന്റെ വാല്യൂ എന്താണ്, 7 ആണ്. അപ്പം 0 to 6 വരെയുള്ള വാല്യൂസ് എന്നിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, സെൻട്രോ സിമെട്രി 3 ആയിരിക്കും. ബാക്കി വാല്യൂസ് സിമിലർ ആയിരിക്കും. അതുകൊണ്ട് എല്ലാം കണ്ടുപിടിക്കേണ്ട. ഇവിടെയും 0യും 6ന്റെ വാല്യൂ സെയിം ആയിരിക്കും, 1ന്റെയും 5ന്റെയും വാല്യൂ സെയിം ആയിരിക്കും, 2ന്റെയും 4ന്റെ വാല്യൂ സെയിം ആയിരിക്കും, 3 ഇങ്ങനെ. സോ അപ്പൊ ഇത്രയും വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി, ബാക്കി വാല്യൂസ് കണ്ടുപിടിക്കേണ്ട. എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഇതിലിപ്പം W ഹാം ഓഫ് 0 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, n is equal to 0 കൊടുക്കുക. n is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യാപിറ്റൽ എന്നിന്റെ വാല്യൂ 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ 7 - 1 6 എന്ന് പറഞ്ഞ് താഴെ വരും. cos 0 വരും. അപ്പൊ 0.54 മൈനസ് 0.46 എന്ന് പറഞ്ഞു കിട്ടും. വാല്യൂ എന്ത് കിട്ടും, 0.08. അടുത്തത് n is equal to ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഈ വാല്യൂ കിട്ടും. n is equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടും. n is equal to 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അടുത്ത വാല്യൂ കിട്ടി. അടുത്ത ലാസ്റ്റ് ബാക്കിയുള്ള വാല്യൂസ് കണ്ടുപിടിക്കേണ്ട. കാര്യം ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. 0യും 6 സെയിം, 1ഉം 5ഉം സെയിം, 2ഉം 4ഉം സെയിം. പിന്നെ എന്തുവരെ കണ്ടുപിടിച്ചാൽ മതി, 3യും കൂടെ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇത്രയും വാല്യൂസ് കിട്ടി. അപ്പൊ വിൻഡോ സീക്വൻസും കിട്ടി, HDF കിട്ടി, WF കിട്ടി. പിന്നെ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, HF കിട്ടും. അടുത്ത ഫൈൻഡ് HF കണ്ടുപിടിക്കാനായിട്ട് HDF ഉം WF കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് HF ന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 6 വരെയാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ 0 to 6 വരെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കാര്യം 3 ആണ് ഇവിടെ സെൻട്രോ സിമെട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സൈഡിലുള്ള അത്രയും വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. ബാക്കി എന്ത് ചെയ്തെടുക്കാം, ഇക്വേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ HDF0യും WF0യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് HF0 കിട്ടും. കറസ്പോണ്ടിങ് വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. HDF1 WF1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ HF1 കിട്ടും. HDF2 WF2 ചെയ്യുമ്പോൾ HF2 കിട്ടും. HDF3യും WF3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ HF3 കിട്ടും. സോ ഇത്രയും വരെ കണ്ടുപിടിച്ചാൽ മതി. ബാക്കി വാല്യൂസ് നമുക്ക് എന്ത് ചെയ്തെടുക്കാം, ഇക്വേറ്റ് ചെയ്തെടുക്കാം. HF0 is equal to എന്താണ്, HF6 ആണ്. HF1 is equal to HF5 ആണ്. HF2 is equal to HF4 ആണ്. പിന്നെ HF3 ഉണ്ട്. ബാക്കി ഇത്രയും വാല്യൂസ് ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കണമെന്നില്ല. എന്ത് വാല്യൂ എന്നായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സിമെട്രി കണ്ടീഷൻ HF0 is equal to HF6, HF1 is equal to HF5, HF2 is equal to HF4. So HF കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് HF ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. HF ഇക്വേഷൻ എഴുതി ഇവിടെ n is equal to 0 to 6, HF z raised to minus n. ന്റെ വാല്യൂ 0 to 6 വരെ വേരി ചെയ്ത് എഴുതി. ഇനി ഇതിൽ HF0, HF1, 2, 3 etc. up to HF6 വരെയുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയൊക്കെയാണ്. ഇവിടെ കോമൺ ആയിട്ടുള്ള വാല്യൂസ് ഏതാണ്, HF0യും 6ഉം സെയിം ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, HF0 into z raised to 0 plus z raised to minus 6 എന്ന് എഴുതാം. ഇവിടെ 1ഉം 5 സെയിം ആയിട്ട് എങ്ങനെ എഴുതാം, HF1 into z raised to minus 1 plus z raised to minus 5 എന്ന് എഴുതാം. ഇതിൽ ഫൈനലി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, HF0യുടെ HF1ന്റെയും 2ന്റെയും HF3യുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക.
The next question, design an ideal low pass filter with n is equal to 11 with the frequency response hd of e raised to j omega is equal to 1 4 minus pi by 2 less than or equal to omega less than or equal to pi by 2 0 4 pi by 2 less than or equal to mod omega less than or equal to pi. ഇവിടെ ഒരു ഐഡിയൽ ലോ പാസ് ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് തന്നിട്ടുണ്ട്. പക്ഷെ ഇതുവരെ നമ്മൾ കണ്ട ഫ്രീക്വൻസി റെസ്പോൺസ് ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ 1 ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടുത്തെ കട്ട് ഓഫ് ഫ്രീക്വൻസി എത്രയാണ്? പൈ ബൈ 2 ആണ് കട്ട് ഓഫ് ഫ്രീക്വൻസി. മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നു. ബാക്കി റീജിയനിൽ എന്താണ്? 0. സോ ഹിയർ ദ കട്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് ലോ പാസ് ഫിൽറ്റർ ഒമേഗ സി ഈസ് ഈക്വൽ ടു എന്താണ്? പൈ ബൈ 2. പക്ഷെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? പാസ് ചെയ്യുന്ന റീജിയനിൽ എന്താ എഴുതിയിരിക്കുന്നത്? 1. സാധാരണ നമ്മൾ എന്താ എഴുതാറുണ്ടായിരുന്നത്? e raised to minus j alpha omega എഴുതാം. സോ ഹിയർ e raised to minus j alpha omega ക്ക് പകരം it is equal to എന്താണ്? 1. അതായത് e raised to minus j alpha omega is equal to 1. അതായത് e raised to 0 is equal to 1. e raised to 0 വരാൻ alpha is equal to എന്ത് വരണം? 0 വരണം. അപ്പൊ ഇവിടുത്തെ സെന്റർ ഓഫ് സിമെട്രി ആൽഫ എന്താണ്? 0 ആണ്. അപ്പൊ hd of e raised to j omega is equal to 1 എന്ന് പറഞ്ഞ് കാണുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്തെടുക്കുക? ആൽഫ is equal to 0 ആയിട്ട് എടുക്കുക. ആൽഫ is equal to n minus 1 by 2 അല്ല എടുക്കുക. ആൽഫ is equal to എന്തെടുക്കണം? 0 എടുക്കണം. സെന്റർ ഓഫ് സിമെട്രി ആൽഫ is equal to 0. Here n is equal to 11. n is equal to 11 എന്ന് പറയുമ്പോൾ മൊത്തം 11 സാമ്പിൾസ്. നേരത്തെ നമ്മൾ ആൽഫ is equal to n minus 1 by 2 എടുത്തപ്പോൾ എങ്ങനെയായിരുന്നു? 11 എന്ന് കണ്ടു കഴിഞ്ഞാൽ എവിടെ തൊട്ട് എവിടെ വരെ എടുക്കും? h of 0 തൊട്ട് h of 10 വരെ കണ്ടുപിടിക്കണമായിരുന്നു. പക്ഷെ ഇവിടെ ആൽഫ is equal to 0 ആണ്. അപ്പൊ 0ക്ക് അപ്പുറത്തും ഇപ്പുറത്തുള്ള വാല്യൂസ് ആയിരിക്കും ഈക്വൽ ആയിട്ട് വരിക. അപ്പൊ ഇവിടെ h of minus 5 തൊട്ട് h of plus 5 വരെയുള്ള വാല്യൂസ് ആണ് എടുക്കേണ്ടത്. ഇവിടെ സെന്റർ ഓഫ് സിമെട്രി ആരാണ്? 0 ആണ്. അപ്പോ h of minus 5 തൊട്ട് h of plus 5 വരെയുള്ള വാല്യൂസ് വേണം നമുക്ക് എന്ത് ചെയ്യേണ്ടുള്ളത്? കണ്ടുപിടിക്കാനുള്ളത്. So decide frequency response ആയി. ഇനി ഇതിൽ നിന്ന് എന്ത് വേണം? decide impulse response വേണം. So decide impulse response കണ്ടുപിടിക്കാൻ hd of n കണ്ടുപിടിക്കാനായിട്ടുള്ള എക്സ്പ്രഷൻ 1 by 2 pi integral minus pi to pi hd of e raised to j omega e raised to j omega and d omega. ഇവിടെ hd of e raised to j omega ക്ക് പകരം e raised to minus j alpha omega അല്ല ഉള്ളത്. അതിന് പകരം എന്താ ഉള്ളത്? 1 ആ ഉള്ളത്. So 1 into e raised to j omega and d omega. പഴയ പോലെ തന്നെ e raised to j omega and ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? e raised to j omega and divided by jn എന്ന് പറഞ്ഞു വരും. പിന്നെ എന്ത് കൊടുക്കുക? ഒമേഗയ്ക്ക് പകരം പൈ ബൈ 2 മൈനസ് പൈ ബൈ 2. അപ്പൊ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫൈനലി നമുക്ക് എക്സ്പ്രഷൻ എങ്ങനെ കിട്ടും? hd of n is equal to 1 by pi n sin pi by 2 n എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ നമ്മൾ നോക്കിയാൽ നമ്മളുടെ നേരത്തെ ഉള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു? 1 by pi into n minus alpha. ഇവിടെ ആൽഫ 0 ആയതുകൊണ്ട് എന്ത് വന്നു? pi n sin ഒമേഗ സി ഇൻറ്റു ഒമേഗ സിക്ക് പകരം ഇവിടുത്തെ ഒമേഗ സിയുടെ വാല്യൂ എന്താണ്? പൈ ബൈ 2 ഇൻറ്റു എൻ മൈനസ് ആൽഫ. ആൽഫ 0 ആയതുകൊണ്ട് എന്ത് വരും? n. For n not equal to 0. n not equal to alpha. ഈ കോമൺ എക്സ്പ്രഷൻ എപ്പോഴാണ്? For n not equal to alpha. Here ആൽഫയുടെ വാല്യൂ എന്താണ്? 0. For n is equal to alpha. ഇവിടെ ആൽഫയുടെ വാല്യൂ 0 ആയതുകൊണ്ട് for n is equal to 0 നമുക്ക് എന്ത് എഴുതാം? hd of n limit n tends to 0 sin pi by 2 n by pi n. n tends to 0. So n sin a theta by theta ഫോമിലാണ്. തീറ്റയ്ക്ക് വരെ ഇവിടെ n. ബാക്കിയുള്ളത് എന്താണ്? a ക്ക് ഉള്ളത് എന്താണ്? പൈ ബൈ 2 ബൈ പൈ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 1 by 2 എന്ന് പറഞ്ഞ് കിട്ടും. അതായത് ഒമേഗ സി ബൈ പൈ തന്നെ. ഒമേഗ സി ഇവിടെ എന്തായിരുന്നു? പൈ ബൈ 2 ആയിരുന്നു. ഒമേഗ സി ബൈ പൈ പൈ ബൈ 2 ബൈ പൈ എന്ത് തന്നെ കിട്ടും? 1 by 2. കോമൺ എക്സ്പ്രഷൻ തന്നെ. അതിലിപ്പോ എന്ത് മാറിയെന്നേ ഉള്ളൂ? ഒമേഗ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൽഫയുടെ വാല്യൂ 0 വരുന്നു. അത്രേ ഉള്ളൂ. So ഇനി hd of n ന്റെ വാല്യൂസ് സ്മോൾ n ന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് hd of n ന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. പക്ഷെ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് n is equal to 11 ആകുമ്പോൾ 0 to 10 അല്ല കണ്ടുപിടിക്കേണ്ടുള്ളത്. എവിടെ തൊട്ട് എവിടെ വരെ കണ്ടുപിടിക്കണം? hd of minus 5 തൊട്ട് hd of plus 5 വരെ കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെയും എന്താണ്? സെന്റർ ഓഫ് സിമെട്രി ഏതാണ്? 0. ഇവിടെയും hd of 1 ഉം ആരും ഈക്വൽ ആയിരിക്കും. hd of minus 1 ഈക്വൽ ആയിരിക്കും. hd of 2 ഉം hd of minus 2 ഈക്വൽ, 3 ഉം minus 3 ഈക്വൽ, 4 ഉം minus 4 ഈക്വൽ, 5 ഉം minus 5 ഈക്വൽ. ഇൻ ബിറ്റ്വീൻ നടുക്കാറുണ്ട് സെന്റർ ഓഫ് സിമെട്രി ആയിട്ട് hd of 0 ഉണ്ട്. hd of 0 ന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എന്താണ്? ഒമേഗ സി ബൈ പൈ ഉണ്ട്. സോ 1 by 2 is equal to 0.5. ബാക്കി കോമൺ എക്സ്പ്രഷനിൽ എന്ത് കൊടുക്കുക? 1 ഉം 2 ഉം 3 4 5 n സ്മോൾ n ന് പകരം 1 2 3 4 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ വാല്യൂസ് കിട്ടും. അപ്പം പകുതി വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. ബാക്കി പകുതി നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം അതെന്ത് ചെയ്താൽ മതി? ഇക്വേറ്റ് ചെയ്തെടുത്താൽ മതി.
സോ ഇവിടുത്തെ ക്വസ്റ്റനിൽ വിൻഡോ ഫംഗ്ഷൻ പറഞ്ഞിട്ടില്ല ഈ ക്വസ്റ്റനിൽ. അപ്പൊ വിൻഡോ ഫംഗ്ഷൻ പറയാത്തപ്പോ അവരായിട്ട് ക്വസ്റ്റനിൽ വിൻഡോ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ആരെ എടുക്കാം, എപ്പോഴും റെക്ടാംഗുലർ വിൻഡോ എടുക്കാം. കാര്യം അതെനിക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. സോ വിൻഡോ ഫംഗ്ഷൻ അസ്യൂമിങ് ദ വിൻഡോ ഫംഗ്ഷൻ റെക്ടാംഗുലർ വിൻഡോ എടുത്തു. ഇവിടെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഏതാണ്, നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച എച്ച് ഡി ഓഫ് എൻ എവിടെ തൊട്ടായിരുന്നു, എച്ച് ഡി ഓഫ് -5 തൊട്ട് എച്ച് ഡി ഓഫ് +5 വരെയാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന റെക്ടാംഗുലർ വിൻഡോ സീക്വൻസും എങ്ങനെ ആയിരിക്കണം, -5 to +5 വരെ ആയിരിക്കണം എടുക്കുക. അതായത് നോൺ കോസൽ സീക്വൻസിന്റെ ഇക്വേഷൻ വേണം എഴുതാൻ. ഇവിടെ ഇപ്പൊ റെക്ടാംഗുലർ വിൻഡോ ആയതുകൊണ്ട് പ്രശ്നമില്ല, എല്ലായിടവും വാല്യൂ 1 ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ വേറെ ഹാമിംഗ് വിൻഡോ, ഹാനിങ് വിൻഡോ ഒക്കെ ആണെങ്കിൽ, ഹാമിംഗ് വിൻഡോ ആണെങ്കിൽ എക്സ്പ്രഷൻ എങ്ങനെ എഴുതണം, 0.54 + 0.46 എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻ വേണം എഴുതാൻ. നോൺ കോസലിന്റെ എക്സ്പ്രഷൻ വേണം എഴുതാൻ. കോസൽ ഇവിടെ നോൺ കോസൽ ആയതുകൊണ്ട് നോൺ കോസലിന്റെ എക്സ്പ്രഷൻ വേണം വിൻഡോയ്ക്ക് എഴുതാൻ. സോ ഇനി എന്തെടുക്കാണ്, എച്ച് ഓഫ് എൻ ചെയ്യുന്നു. എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എച്ച് ഡി ഓഫ് എൻ ഇൻറ്റു ഡബ്ല്യു ഓഫ് എൻ. ഡബ്ല്യു ഓഫ് എന്നിന്റെ വാല്യൂ 1 ആയതുകൊണ്ട് എന്തെഴുതാം, എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എച്ച് ഡി ഓഫ് എൻ. സോ എച്ച് ഡി ഓഫ് എന്നിന്റെ വാല്യൂ തന്നെയാണ് എച്ച് ഓഫ് എൻ. സോ ആ വാല്യൂസ് എല്ലാം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, അതെല്ലാം എഴുതാം. സോ നേരത്തെ കിട്ടിയ എച്ച് ഡി ഓഫ് എൻ തന്നെയാണ് ഇവിടെ എച്ച് ഓഫ് എനും. സോ വാല്യൂസ് എല്ലാം എടുത്ത് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. എച്ച് ഓഫ് എൻ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എച്ച് ഓഫ് എസ് കണ്ടുപിടിക്കുക. സിഗ്മ എൻ ഇസ് ഈക്വൽ ടു ഇവിടെ 0 to അല്ല -5 to +5. എച്ച് ഓഫ് എൻ ഇസ് റൈസ് ടു -n. സ്മോൾ എന്നിന് പകരം -5 തൊട്ട് +5 വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എച്ച് ഓഫ് -5 ഇസ് റൈസ് ടു -5. അപ്പൊ എന്തുവരും, ഇസ് റൈസ് ടു 5. അങ്ങനെ എക്സെട്ര അപ് ടു 5 വരെ. അപ്പൊ എച്ച് ഓഫ് 5 ഇസ് റൈസ് ടു -5 വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം എച്ച് ഓഫ് 0 സെൻട്രോ സിമെട്രി, എച്ച് ഓഫ് 0 പ്ലസ് ഇസ് റൈസ് ടു 0 1. പിന്നെ എച്ച് ഓഫ് 1ഉം ആര് സെയിം ആണ്, എച്ച് ഓഫ് -1ഉം സെയിം ആണ്. എച്ച് ഓഫ് 1ഉം എച്ച് ഓഫ് -1 സെയിം. സോ അപ്പൊ എന്തെഴുതാം, എച്ച് ഓഫ് 1 ഇൻറ്റു z പ്ലസ് z റൈസ് ടു -1. അതുപോലെ 2ഉം എച്ച് ഓഫ് 2ഉം എച്ച് ഓഫ് -2 സെയിം ആയതുകൊണ്ട് എന്തെഴുതാം, എച്ച് ഓഫ് 2 ഇൻറ്റു z² പ്ലസ് z റൈസ് ടു -2. സോ ഈ രീതിയിൽ നമുക്ക് എഴുതാം. ഇവിടെ എച്ച് ഓഫ് 2ന്റെ വാല്യൂയും എച്ച് ഓഫ് 4ന്റെ വാല്യൂയും ഇതിൽ 0 ആയിരുന്നു. അതുകൊണ്ട് ആ എക്സ്പ്രഷൻസ് പോയി കഴിഞ്ഞിട്ട് ബാക്കി എന്ത് കിട്ടും, എച്ച് ഓഫ് 0 പ്ലസ് എച്ച് ഓഫ് 1 ഇൻറ്റു z പ്ലസ് z റൈസ് ടു -1 പ്ലസ് എച്ച് ഓഫ് 3 ഇൻറ്റു z റൈസ് ടു 3 പ്ലസ് z റൈസ് ടു -3 പ്ലസ് എച്ച് ഓഫ് 5 ഇൻറ്റു z റൈസ് ടു 5 പ്ലസ് z റൈസ് ടു -5 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എച്ച് ഓഫ് ഇസഡിൽ പോസിറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡ് ഉണ്ട്, നെഗറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡും ഉണ്ട്. പോസിറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡ് ഉണ്ട്, ദാറ്റ് മീൻസ് ഈ എക്സ്പ്രഷൻ എന്താണ്, നോൺ കോസൽ എക്സ്പ്രഷൻ ആണ്. പക്ഷെ ഈ നോൺ കോസൽ എക്സ്പ്രഷൻ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രാക്ടിക്കലി റിയലൈസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതിനെ എന്താക്കി മാറ്റണം, പ്രാക്ടിക്കലി റിയലൈസബിൾ ഫിൽട്ടർ ആക്കി മാറ്റണം, കോസൽ ആക്കി മാറ്റണം. അതായത് പോസിറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡ് ഇതിൽ നിന്ന് നമുക്ക് അവോയ്ഡ് ചെയ്യണം. So transfer function of realizable filter h dash of z is equal to ഈ കിട്ടിയ h of z ന്റെ കൂടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, z raised to minus of n minus 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ l ന്റെ വാല്യൂ 11, 11 minus 1/2 10/2 5. So z raised to -5 h of z. നേരത്തെ കിട്ടിയ h of z ന്റെ കൂടെ z raised to -5 കൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ. ഇതാണ് നമുക്ക് കിട്ടിയ h of z. അതിന്റെ കൂട്ടത്തിൽ z raised to -5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും, h of 0 z raised to -5 plus h of 1 into z into z raised to -5 z raised to -4 plus z raised to -1 into z raised to -5 z raised to -6 h of 1. സോ ഇതുപോലെ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ നോക്കിയാൽ കാണാം ഇവിടെ എല്ലാം എന്താണ്, നെഗറ്റീവ് പവേഴ്സ് ഓഫ് z മാത്രമാണ്, പോസിറ്റീവ് പവേഴ്സ് ഓഫ് z എല്ലാം പോയി. ദാറ്റ് മീൻസ് ഇത് എന്തായിട്ട് മാറി, കോസൽ ആയിട്ട് മാറി. സോ ഇതെന്താണ്, ഇതിപ്പോ കിട്ടിയിരിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു റിയലൈസബിൾ ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടി. സോ എന്ത് ചെയ്യുക, റിയലൈസബിൾ ഫിൽട്ടർ ആക്കാൻ വേണ്ടി എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എച്ച് ഓഫ് ഇസഡിന്റെ കൂട്ടത്തിൽ z റൈസ് ടു മൈനസ് ഓഫ് n minus 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ നമുക്ക് കിട്ടിയ റിയലൈസബിൾ ഡിജിറ്റൽ ഫിൽട്ടറിന്റെ കോഎഫിഷ്യൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച h of -5 തൊട്ട് h of +5 വരെ ഉണ്ടായിരുന്ന കോഎഫിഷ്യൻസ് വാല്യൂസിനെ നമ്മൾ എങ്ങനെ ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. -5 to +5 വരെ ഉള്ളതിനെ ഷിഫ്റ്റ് ചെയ്ത് 0 to 10 ആക്കി മാറ്റി. അതാണ് ഇവിടെ ഉള്ളത്. -5 തൊട്ട് +5 വരെയുള്ള വാല്യൂസിനെ കോസൽ ആക്കാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് ചെയ്ത് എങ്ങോട്ടാക്കി, 0 to 10 ആക്കി. അപ്പൊ h of 0യും h of 10 സെയിം, h of 1 ഉം 9 ഉം സെയിം ആ രീതിയിൽ. സോ ഇപ്പൊ ഇതെന്താണ്, റിയലൈസബിൾ ഫിൽട്ടറിന്റെ ഫിൽട്ടർ കോഎഫിഷ്യൻസ് ആയിട്ട് മാറി.